ഇമ്പോർട്ടൻസ് ഓഫ് എൻഡ് റിസൾട്ട്. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ റീച്ച് ചെയ്യുന്ന സംഭവമാണ് എൻഡ് റിസൾട്ട്. അപ്പോൾ എൻഡ് റിസൾട്ട് എടുക്കണതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറയണത്. എൻഡ് റിസൾട്ട് എടുത്താൽ മാത്രമാണ് നമ്മുടെ ന്യൂട്രീഷൻ പ്രോഗ്രാം, വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, വെയിറ്റ് മെയിൻ്റെനൻസ് ആയിക്കോട്ടെ, ഏത് പ്രോഗ്രാമും കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതല്ലാതെ നമ്മൾ വന്നിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ ഓടി വന്ന് 2 കിലോ 3 കിലോ 5 കിലോ കുറച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എൻഡ് റിസൾട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, പ്രോഗ്രാം കംപ്ലീറ്റ് ആയെന്നും പറയാൻ പറ്റത്തില്ല. ആ പ്രോഗ്രാം കംപ്ലീറ്റ് ആവാതെ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ആവുന്നത്. എങ്ങനെ വെയിറ്റ് ഗെയിൻ ആവുന്നു? വെയിറ്റ് ഗെയിൻ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭക്ഷണം വലിച്ചു വരി കഴിച്ചിട്ട് തന്നെയാണ് വെയിറ്റ് ഗെയിൻ ആവുന്നത്. നമ്മുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ 2 കിലോ വെയിറ്റ് കുറച്ചു, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് അടുത്ത ദിവസം ഒരു വെയിറ്റ് അവിടെ ഗെയിൻ ആവത്തില്ല. അവർക്ക് ചിലപ്പോൾ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും വെയിറ്റ് ഗെയിൻ ആവുന്നത്. കാരണം കഴിക്കുന്ന കാലറീസ് ആഡ് ഓൺ ആയിട്ട് അതൊരു എക്സസിലോട്ട് വന്നു കഴിയുമ്പോഴാണ് വെയിറ്റ് ഗെയിൻ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ എൻഡ് റിസൾട്ട് എടുക്കാതെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ഇത്രയും എമൗണ്ട് മുടക്കി പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്, ഫോളോ അപ്പ് എടുക്കുന്നുണ്ട്, സെക്ഷനിൽ കയറുന്ന ആൾക്കാർ അവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു എൻഡ് റിസൾട്ട് എടുത്താൽ മാത്രമാണ് ഹെർബാലൈഫ് ന്യൂട്രീഷന്റെ കംപ്ലീറ്റ് റിസൾട്ട് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൂടാതെ നിരവധി അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് എൻഡ് റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എൻഡ് റിസൾട്ട് എടുക്കുന്നതിന്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നാണ് നോക്കുന്നത്, എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് പറയാനുള്ള കാരണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രോഗ്രാം ചെയ്യാവുന്ന എല്ലാവരും തന്നെ വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെയിറ്റ് മെയിൻ്റെനൻസ് ആയിക്കോട്ടെ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് റിസൾട്ട് ഫാസ്റ്റ് ആയിട്ട് എടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഫാസ്റ്റ് ആയിട്ട് എടുക്കുക. ഫാസ്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഏറ്റവും വലിയ കാര്യം എന്താണ്? എൻഡ് റിസൾട്ട് നഷ്ടം എന്ന് പറയാനുള്ള കാരണം ക്യാഷ് തന്നെയാണ്. ക്യാഷ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് പറയുന്ന പോലെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ്, കറക്റ്റ് ആയിട്ടുള്ള കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഡയറ്റ്, വർക്കൗട്ട്, കൺസിസ്റ്റൻസി, ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക. നിങ്ങൾക്കൊരു ടൈം പീരീഡ് ഉണ്ടെങ്കിൽ മാത്രം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഇത്ര ടൈം എനിക്കുണ്ട്, ആ ഒരു ടൈം പീരീഡ് പറ്റും. ആ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക, വെയിറ്റ് ലോസ് ചെയ്യുക. അതല്ലാതെ തിരക്കിന്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചോളാം എന്ന് പറഞ്ഞ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് റിസൾട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, കുഴപ്പമൊന്നും, നിങ്ങൾക്ക് 5 കിലോ 10 കിലോ 20 കിലോ ഒക്കെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് തിരക്കിന്റെ ഇടയിലാണെങ്കിൽ പോലും. പക്ഷേ ഒരു എൻഡ് റിസൾട്ട് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. എൻഡ് റിസൾട്ട് റീച്ച് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആവത്തുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കോച്ചുമാരാണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും എല്ലാവരും കാശ് മുടക്കിയിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ആർക്കും ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി വെറുതെ പ്രൊഡക്റ്റ് കൊടുക്കത്തില്ല. അപ്പോൾ മുടക്കുന്ന പണത്തിനും നിങ്ങളുടെ ടൈമിനും വാല്യൂ നിങ്ങൾ തന്നെ കണക്കാക്കണം. അപ്പോൾ കൃത്യമായിട്ട് എൻഡ് റിസൾട്ട് എടുക്കണം. ഇനി എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പാരാമീറ്റേഴ്സ് ആണ്. ഐഡിയൽ വെയിറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ശരീരത്തിന് ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിനാണ് നമ്മുടെ എല്ലാ ഓർഗൻസും ഡിസൈൻ ആയിരിക്കുന്നത്. കൃത്യമായിട്ട് ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് വൺ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയൽ വെയിറ്റ് ആണ്. എത്രയാണ് നമ്മുടെ ഹൈറ്റ്, അതിനനുസരിച്ചുള്ള വെയിറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യണം ഏത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും. നെക്സ്റ്റ് വൺ ഐഡിയൽ ഫാറ്റ്. ബോഡിക്ക് ജെൻസിനും ലേഡീസിനും ഫാറ്റിന്റെ ഒരു കണക്കുണ്ട്. ആ കണക്ക് കൃത്യമായിട്ട് നിങ്ങൾ റീച്ച് ചെയ്യണം. തേർഡ് വൺ നോക്കുവാണെങ്കിൽ BMI, നമ്മുടെ പുക്കിൾ ചുറ്റളവ് സെന്റിമീറ്ററിൽ അളന്നു കഴിഞ്ഞാൽ ലേഡീസിനും ജെൻസിനും ഇത്ര എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ BMI കൃത്യമായിട്ട് വെക്കണം. നമ്മുടെ പുക്കിൾ ചുറ്റളവ് കറക്റ്റ് ആയിരുന്നാൽ മാത്രമാണ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തേർഡ് വൺ ഹെൽത്തി സ്കിന്ന്. ഓൾറെഡി 3 കാര്യങ്ങൾ നോർമലോട്ട് എത്തുമ്പോൾ തന്നെ ഹെൽത്തി സ്കിന്ന്. കാര്യം നമ്മുടെ നോർമൽ നല്ലൊരു ഫുഡ് ഹാബിലോട്ട് വരുമ്പോഴും നല്ല റൊട്ടീനിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആയിട്ട് ഒരു ഹെൽത്തി സ്കിന്നായിട്ട് കൃത്യമുള്ള പ്രോപ്പർ ഏജ്, നമുക്കിപ്പോൾ എത്ര വയസ്സാണോ ആ വയസ്സിന് രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഹെൽത്തി സ്കിന്ന് വരണം. പിന്നെ റീഷേപ്പ്. ശരീരം ഇപ്പം നിങ്ങൾ ഒബീസിറ്റി ആയിട്ടായിരിക്കും വരുന്നത്, അൺഷേപ്പ് ആയിട്ടായിരിക്കും വരുന്നത്. അത് കൃത്യമായിട്ട് റീഷേപ്പ് ചെയ്ത് സ്ലിം ആൻഡ് ട്രിം ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ശരിക്കും വേണ്ടത്. വെയിറ്റ് ലോസ് ചെയ്യാൻ വന്നതിൻ്റെ ഒരു ഇതാണ്. ഇനി വെയിറ്റ് ലോസ് അല്ല, നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ പിക്ചർ നേരെ തിരിക്കും. ബിഫോർ ആഫ്റ്റർ എടുത്തോട്ട് വരും, ആഫ്റ്റർ ബിഫോറിലോട്ട് വരും. സിമ്പിൾ, അറിയാലോ. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ വേണം. ഇപ്പോൾ നോർമലി വെയിറ്റ് ലോസ് വെച്ച് നമ്മൾ പറയണത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വെച്ച് ചെയ്യുന്നത് വെയിറ്റ് ലോസ് പ്രോഗ്രാം ആണ്. അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് വെയിറ്റ് ലോസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും വെയിറ്റ് ഗെയിൻ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഷ്യലൈസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് 1 വർഷമോ 2 വർഷമോ 3 വർഷം അല്ല കാലാവധി, നിങ്ങളുടെ വെയിറ്റ് ലോസിന്റെ ഡ്യൂറേഷൻ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു കൃത്യമായിട്ട് കണക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ 20 കിലോ വെയിറ്റ് ആണ് കുറയ്ക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 5 മാസം 6 മാസം കൊണ്ട് നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ലാഗ് അടിക്കുന്നതോറും നിങ്ങളുടെ തന്നെയാണ് ക്യാഷ് പോകുന്നത്. കോച്ചുമാർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അവർ എത്ര പ്രൊഡക്റ്റ് ചോദിച്ചാലും അവർ പ്രൊഡക്റ്റ് തരും, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്, എത്ര മാസം കൊണ്ട് ചെയ്യാൻ പറ്റും? അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര മാസം കൊണ്ട് എന്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും? സിമ്പിൾ ആയിട്ട് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യം മാത്രമാണ്.
ഇത്ര കിലോ വെയിറ്റ് കുറയ്ക്കും. ഇപ്പൊ നോർമലി കമ്പനി പറയണത് ഒരു മാസത്തിൽ 3 to 4 kg ലോസ് ചെയ്യാമെന്നാണ് പറയണത്. പക്ഷേ നമ്മൾ പറഞ്ഞ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമാണ് 3 to 4 kg ലോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പറഞ്ഞു തന്നെ എന്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യണമെങ്കിൽ ഒരിക്കലും 3 to 2 kg വെയിറ്റ് ലോസ് ആകത്തില്ല. ഇപ്പൊ സെയിം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് സെയിം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചില ആൾക്കാർ 5 കിലോയും 6 കിലോയും 7 കിലോയും 8 കിലോയും വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർ 1 കിലോ 2 കിലോ വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എത്ര നാൾ കൊണ്ട് ഈ വെയിറ്റ് റിസൾട്ട് റീച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നിങ്ങളാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്, നിങ്ങളാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, എല്ലാം നിങ്ങളാണ് ചെയ്യേണ്ടത്. അതല്ലാതെ കോച്ചിന് ഒരു കാൽക്കുലേഷൻ പറയാൻ പറ്റത്തില്ല. ഒരു കോമൺ ആയിട്ടുള്ള കാൽക്കുലേഷൻ പറയാൻ പറ്റും, പക്ഷെ അത് വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് ഇത്ര മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന നമുക്ക് ഒരു അഷുറൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത്ര മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫോളോ അപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യത്തിനാണ് ഫോളോ അപ്പ്. തേർഡ് വൺ, പ്രൊഡക്റ്റിന്റെ യൂസേജ്. പ്രൊഡക്റ്റിന്റെ യൂസേജും പ്രൊഡക്റ്റ് റിസൾട്ട് എടുക്കുന്നതിന്റെ കാലയളവ് തീരുമാനിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ ന്യൂട്രീഷൻ കോച്ച് പറയും നിങ്ങളുടെ അടുത്ത് നിങ്ങളൊരു 3 സ്കൂപ്പ് ഫോർമുല എടുക്കുമ്പോൾ ചില ആൾക്കാർ 2 സ്കൂപ്പിലോട്ട് വരും, ചില ആൾക്കാർ 1 സ്കൂപ്പിലോട്ട് വരും. അപ്പൊ അവിടെ റിസൾട്ടിന് വേരിയേഷൻ വരും. അപ്പോഴും അവിടെ എത്ര മാസം എന്നുള്ളത് നിങ്ങളെ തന്നെ ഇരിക്കുന്ന കാര്യമാണ്. പ്രൊഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ബേസിക് ന്യൂട്രീഷൻ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ് മന്തിൽ നിങ്ങൾക്ക് ബേസിക് ന്യൂട്രീഷൻ മാത്രം മതിയാവും. പക്ഷെ നിങ്ങൾ മുന്നോട്ട് നല്ല രീതിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, നല്ല രീതിക്ക് റിസൾട്ട് എടുക്കണം, മെയിൻ റിസൾട്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യണം. അതെല്ലാം തന്നെ വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. നമ്മുടെ ഓരോ ഓർഗൻസിനും വേണ്ട സപ്ലിമെന്റ്സ് ആണ്, ന്യൂട്രീഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് മന്തിൽ ഒരു 4 കിലോ 5 കിലോ പറയുന്നത് വരെ ബേസിക് മാത്രം മുന്നോട്ട് പോവുക. അതിനുശേഷം അഡ്വാൻസിലോട്ട് പോവുക. ഒരുപാട് വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഈ ഓരോ പ്രോഡക്ട്സിനെ കുറിച്ച് കോച്ച് പറയുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ വെയിറ്റ് ലോസ് മന്ദഗതിയിലാവും, നിങ്ങളുടെ മാസങ്ങൾ മുന്നോട്ട് പോകും, ചിലവ് നിങ്ങൾക്ക് തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത്. കോച്ച് പറയുന്ന ടൈമിൽ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാക്സിമം നിങ്ങൾക്ക് എത്ര എമൗണ്ട് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് അവിടെ കോച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ ആ പറഞ്ഞ തന്നെ കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര ഒരു ബഡ്ജറ്റിൽ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതല്ല കോച്ച് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ലാഗ് അടിച്ചുകൊണ്ടിരിക്കും, നിങ്ങളുടെ എമൗണ്ട് വീണ്ടും വീണ്ടും നഷ്ടമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കൺസിസ്റ്റൻസി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 10 ദിവസം ചെയ്തിട്ട് 15 ദിവസം തെറ്റിച്ച് കഴിഞ്ഞാൽ 10 ദിവസം ചെയ്തതിന്റെ കാര്യങ്ങളെല്ലാം കൊള്ളാം. അതുകൊണ്ട് കൃത്യമായിട്ട് കൺസിസ്റ്റൻസി ഡേ 1 തൊട്ട് എൻഡ് റിസൾട്ട് എടുക്കാൻ വരെ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക. കറക്റ്റായിട്ട് പോയാൽ മാത്രമാണ് നല്ല ഫാസ്റ്റ് ആയിട്ട് ഐഡിയൽ റിസൾട്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തേർഡ് വൺ, നിങ്ങളുടെ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. കൃത്യമായിട്ടുള്ള കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് റിസൾട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ ഫോളോ അപ്പ്, പ്രൊഡക്റ്റ് യൂസേജ്, കൺസിസ്റ്റൻസി, കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും പറയാം നിങ്ങൾക്ക് ഒരു മാസത്തിൽ 3 to 4 kg വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. ചെയ്തില്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ചെയ്തില്ലെങ്കിൽ ഫസ്റ്റത്തെ പോയിന്റിലോട്ട് പോകും. എല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും 5-ാമത്തെയും പോയിന്റ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു മാസത്തിൽ 3 to 4 kg വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ പറ്റും, അതിൽ കൂടുതലും കുറയ്ക്കാൻ പറ്റും. പക്ഷേ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ചെയ്താൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. ഹെർബാലൈഫ് ന്യൂട്രീഷന്റെ വെയിറ്റ് ലോസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കോ മന്ത്രമോ ഒന്നുമല്ല. കൃത്യമായുള്ള പ്രൊഡക്റ്റിന്റെ യൂസേജ്, ഫോളോ അപ്പ്, കൺസിസ്റ്റൻസി, കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതെല്ലാം കൂടെ വരുന്ന ഒരു പാക്കേജ് ആണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നടക്കുന്നത്. അല്ലാതെ ജിം ബൂമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വെയിറ്റ് കുറയത്തില്ല. ഓക്കെ, നെക്സ്റ്റ്, സമാധാനപരമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം പീരീഡിനുള്ള വെയിറ്റ് കുറയത്തുള്ളൂ. നിങ്ങൾ ഉഴപ്പും തോറും നിങ്ങളുടെ ടൈം കൂടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ഉഴപ്പാതെ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഒബീസിറ്റി ആയിട്ട് വന്നൊരു വ്യക്തി നല്ല രീതിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രസ്റ്റിലോട്ട് പോകാൻ പറ്റും. മുകളിൽ കാണുന്നതും വെയിറ്റ് ലോസ് ആണ്, താഴെ കാണുന്നതും വെയിറ്റ് ലോസ് ആണ്. പക്ഷെ മേളിൽ കാണുന്ന വെയിറ്റ് ലോസ് അപ്പനെ ചെയ്യുന്ന വെയിറ്റ് ലോസ് ആണ്. താഴെ കാണുന്ന വെയിറ്റ് ലോസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫോളോ അപ്പ്, പ്രൊഡക്റ്റിന്റെ യൂസേജ്, കൺസിസ്റ്റൻസി, കോച്ചുകളുടെ കമ്മ്യൂണിക്കേഷൻ സെക്ഷൻ, ഇതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന വെയിറ്റ് ലോസ് ആണ് താഴെ കാണുന്നത്. അത് നമ്മുടെ ടോട്ടൽ ബോഡി നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഇനി എൻഡ് റിസൾട്ട് എടുത്തില്ലെങ്കിൽ, ഫാസ്റ്റ് ആയിട്ട് എൻഡ് റിസൾട്ട് എടുത്തില്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കുന്നതാണ് പറയുന്നത്. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ അനുഭവം ഉണ്ടായിരിക്കും.